ഹലോ എവ്രിവൺ. ഇന്നുണ്ടല്ലോ രാവിലെ പെട്ടെന്ന് എണീക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ രാത്രി കിടന്ന്. നമുക്ക് ജസ്റ്റ് ഔട്ട്സൈഡ് പോകാനുണ്ടായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് എണീക്കണം എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് പറ്റിയില്ല. അതുകൊണ്ട് പോകുന്നതും കുറച്ച് വൈകി. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ ഇറങ്ങുന്നത്. നമുക്ക് എമർജൻസി ആയിട്ട് വേണ്ട സാധനങ്ങളൊക്കെ എടുത്തിട്ട് നമ്മളിപ്പോൾ കാറിൽ കയറാണ്. ലേറ്റായിട്ട് പോയാലുണ്ടല്ലോ ഉച്ചയാകുമ്പോഴത്തേക്കും നല്ല ചൂടല്ലേ. നമ്മൾ കാറിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ എന്തെങ്കിലും കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് ഷുഗർ കെയിൻ ജ്യൂസ് ഉണ്ടല്ലോ അത് കുടിച്ചു. ഫസ്റ്റ് ഉണ്ടല്ലോ ഇവിടെ ഒരു ചെറിയ മോളുണ്ട്, അവിടേക്കാണ് കേട്ടോ വന്നത്. അവിടെ ജസ്റ്റ് ഡ്രസ്സൊക്കെ നോക്കാനുണ്ടായിരുന്നു. ഫസ്റ്റ് ഉണ്ടല്ലോ ബേബിക്ക് ഡ്രസ്സ് വാങ്ങാൻ പോയതാ. പോയിട്ട് ഇവിടെ നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. എനിക്ക് തന്നെ നല്ല കൺഫ്യൂഷനായി ഏതാ വാങ്ങണ്ടേന്ന്. ഞാൻ ഇവിടെ ചോദിക്കുന്നുണ്ടായിരുന്നു ഏതാ വാങ്ങുക എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഉണ്ടല്ലോ കുട്ടികളെ കൂട്ടിയിട്ട് ഷോപ്പിങ്ങിന് വന്നാൽ കുറച്ച് ബുദ്ധിമുട്ടല്ലേ, നിങ്ങൾക്കും അതറിയാമല്ലോ. ഇവരിങ്ങനെ കൈവിട്ട അപ്പം തന്നെ ഓടാൻ റെഡിയാവും. അങ്ങനെ മാക്സിലൊന്ന് കയറി കുറച്ച് ഡ്രസ്സൊക്കെ നോക്കി. എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടായിരുന്നത് ബാഗിൻ്റെ കാര്യത്തിലാണ്. എനിക്ക് രണ്ട് ബാഗും ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. ഏത് വാങ്ങണം എന്നൊക്കെ കൺഫ്യൂസായിട്ട് അവസാനം ഈ ഒരു ബാഗാണ് കേട്ടോ, ബ്ലാക്ക് കളർ ബാഗാണ് കേട്ടോ വാങ്ങിയത്. ഞാൻ ഈ രണ്ട് ബാഗും മാറി മാറി ഇട്ട് നോക്കുമായിരുന്നു. അങ്ങനെ അവസാനം ഒന്ന് സെലക്ട് ആക്കി. പിന്നെ ഡെയിലി വെയർ ടോപ്സൊക്കെ കുറച്ച് നോക്കണമായിരുന്നു, അതൊക്കെ നോക്കി. വെസ്റ്റേൺ വെയർ ഒക്കെ നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. അതിൽ നിന്നും ഒരു രണ്ട് ടോപ്പൊക്കെ വാങ്ങി. പിന്നെ കുറച്ച് നൈറ്റ് വെയ്സ് അതൊക്കെ വാങ്ങി. ജസ്റ്റ് ലിപ്സ്റ്റിക്ക് നോക്കി, ഇങ്ങനെ കയ്യിലൊക്കെ അപ്ലൈ ചെയ്തിട്ട് ഏതാണ് ഷെയ്ഡ് സൂട്ടാവുമോ എന്നൊക്കെ നോക്കി. പിന്നെ വീട് ആവശ്യത്തിന് കുറച്ച് ഐറ്റംസ് വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. ഇവിടെ ഫ്ലോർ ക്ലീനറും പിന്നെ ഹോർലിക്സ് ബദാം മിക്സ് ഇതുപോലത്തെ ഇങ്ങനെയൊക്കെ ഷോപ്പിങ്ങിൻ്റെ സാധനങ്ങളൊക്കെ വാങ്ങി. നമുക്ക് കാണുമ്പോൾ അത് വേണമെങ്കിലും വേണ്ടെങ്കിലും വാങ്ങുന്നൊരു ശീലമുണ്ടല്ലോ എല്ലാവർക്കും, അതുപോലെ തന്നെ കുറച്ചധികം ഐറ്റംസൊക്കെ വാങ്ങി. പിന്നെ ഗുലാബ് ജാമുൻ്റെ പാക്കറ്റിനൊക്കെ ഓഫർ ഉണ്ടായിരുന്നു, അതൊക്കെ വാങ്ങി. പിന്നെ ടിഷ്യൂസ് അതിനൊക്കെ ഓഫറാണ്, നല്ല ഓഫർ ഉണ്ടായിരുന്നു, അതൊക്കെ നോക്കി നോക്കി വാങ്ങുന്നുണ്ടായിരുന്നു. നമ്മൾ ഷോപ്പിങ്ങിന് വന്നപ്പോൾ തന്നെ നമ്മുടെ കയ്യിൽ ഷോപ്പിംഗ് ട്രോലിയോ ബാസ്ക്കറ്റോ എന്തെങ്കിലും തരൂലേ, അത് നമ്മളെ പിന്നെയും വാങ്ങാൻ വേണ്ടിയിട്ടാണെന്ന് പറയുന്നതൊക്കെ കേട്ടിട്ടില്ല. അത് എത്ര സത്യമല്ലേ. പിന്നെ ചോക്ലേറ്റ്സ് കുക്കീസ് ഇതിൻ്റെ കാര്യമൊന്നും പറയണ്ടല്ലോ, അത് നമ്മുടെ കണ്ണിൽ പെട്ടാൽ എന്തായാലും നമ്മൾ വാങ്ങൂലേ. സ്വീറ്റ്സിനൊക്കെ ബൈ വൺ ഗെറ്റ് വൺ ഓഫർ ഉണ്ടായിരുന്നു. ഈ ഫ്ലോർ ക്ലീനറൊക്കെ ഉണ്ടല്ലോ ഫ്രേഗ്രൻസ് നോക്കിയിട്ടാണ് കേട്ടോ നമ്മൾ വാങ്ങുന്നത്. ജസ്റ്റ് ഫ്രേഗ്രൻസ് ഒക്കെ നോക്കിയിട്ടാണ്, ഇഷ്ടപ്പെട്ട ഫ്രേഗ്രൻസ് കിട്ടിയപ്പോൾ പർച്ചേസ് ചെയ്തു. ഈ സോപ്പ് ഉണ്ടല്ലോ ബ്ലാക്ക് കളറിൽ ഞാൻ ഓൾറെഡി ട്രൈ ചെയ്തിട്ടുണ്ട്, പക്ഷേ വേറെ കളറൊന്നും ട്രൈ ചെയ്തിട്ടില്ലായിരുന്നു. അതുകൊണ്ട് ഇതെങ്ങനെ ഉണ്ടെന്ന് നോക്കാൻ വേണ്ടിയിട്ട് വേറൊരു കളറും വാങ്ങി. ബില്ലൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ അവിടുന്ന് പുറത്തിറങ്ങി. പിന്നെ ഡയറക്റ്റ് പോയത് റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ. നല്ല വിശപ്പുണ്ടായിരുന്നു, അതുകൊണ്ട് റെസ്റ്റോറൻറ്റിൽ കയറി. അവിടെ കയറിയപ്പോൾ തൊട്ടുണ്ടല്ലോ അവിടെ അടുത്തൊരു സ്കൂളിൽ ആനുവൽ ഡേ ആണെന്ന് തോന്നുന്നു, എന്താ ഫങ്ഷൻ എന്ന് എനിക്കറിയില്ല, പക്ഷേ നല്ല സൗണ്ടൊക്കെ ഉണ്ടായിരുന്നു. കുട്ടികളുടെ ഡാൻസും പാട്ടും ഒക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ നോക്കി കുറേ നേരം നിന്നു. പിന്നെ മെനു വന്നപ്പോൾ നമ്മൾ ഓർഡറൊക്കെ ചെയ്ത് കുറച്ച് വെയിറ്റ് ചെയ്തിട്ട് നമുക്ക് ഫുഡൊക്കെ വന്നു. നല്ല ഫുഡായിരുന്നു. ടെൻഡർ കോക്കനട്ട് ഷേക്കൊക്കെ അടിപൊളി ടേസ്റ്റായിരുന്നു. അതൊക്കെ കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ. പിന്നെ നമുക്ക് ജസ്റ്റ് ഒരു ടൈലറിങ് മെഷീൻ ഉണ്ടല്ലോ, സ്റ്റിച്ചിങ് മെഷീൻ വാങ്ങാനുണ്ടായിരുന്നു. അതുകൊണ്ട് അത് നോക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഷോപ്പിൽ കയറാനുണ്ടായിരുന്നു. വരുന്ന വഴിക്ക് കയറാമെന്നൊക്കെ പ്ലാൻ ചെയ്തിട്ടാണ് കേട്ടോ പോയത് നമ്മൾ. ഇവിടെ മെഷീന് നോക്കാൻ വന്നെങ്കിലും നമ്മൾ വിചാരിച്ച ഒരു മോഡൽ നമുക്ക് കിട്ടിയില്ല, അതുകൊണ്ട് നമ്മൾ വാങ്ങിയില്ല. പക്ഷേ നമ്മൾ ഇതൊക്കെ നോക്കുന്നുണ്ടായിരുന്നു, വേറെ ഒക്കെ നോക്കി, വേറെ ബ്രാൻഡൊക്കെ നോക്കി, പക്ഷേ നമുക്കത് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ട് നെക്സ്റ്റ് വരാമെന്ന് വിചാരിച്ചിട്ട് അവിടെ നമ്മൾ ഇറങ്ങി, അവിടെ ഒന്നും വാങ്ങിയില്ല. പിന്നെ നമുക്ക് ലെൻസ് ഒന്ന് വാങ്ങാനുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഫാൻസിയിലേക്ക് കയറി. ഞാൻ എപ്പോഴും ഉണ്ടല്ലോ ക്രിസ്റ്റൽ ബ്രൗൺ അതാണ് കേട്ടോ വാങ്ങുന്നത്. അതുകൊണ്ട് അതന്നെ വേണമെന്ന് പറഞ്ഞിട്ട് കുറേ തപ്പി, പക്ഷേ എവിടെയൊന്നും ഇല്ലായിരുന്നു. പിന്നെ അവസാനം വേറൊരു ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഒരു ഗ്രേ കളർ ഒന്ന് നോക്കിയിട്ട് വാങ്ങി. പിന്നെ ഉണ്ടല്ലോ ചെരുപ്പ് വാങ്ങാൻ വേണ്ടിയിട്ടൊന്ന് കടയിൽ കയറി. അവിടെ പോയപ്പോൾ നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷേ നമുക്ക് കളർ ഇഷ്ടപ്പെട്ടാൽ സൈസ് കിട്ടുന്നില്ലായിരുന്നു. സൈസ് കിട്ടിയത് കളർ ഇഷ്ടപ്പെട്ടില്ല, അങ്ങനെയൊക്കെ ആയിരുന്നു. വീട്ടിലെത്താൻ കുറച്ച് ലേറ്റായി.
നമ്മളുണ്ടല്ലോ ഇതിനു മുമ്പ് ഈ അരിപ്പുട്ട് രാഗി ഉണ്ടല്ലോ അതിൻ്റെ പുട്ടൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഗോതമ്പ് പുട്ട് ആദ്യമായിട്ടാണ് കേട്ടോ. അങ്ങനെ ഡിന്നറിന് ഗോതമ്പ് പുട്ട് ഉണ്ടാക്കി. ഇന്ന് നമ്മൾ മോളിൽ പോയപ്പോൾ കണ്ടപ്പോൾ വാങ്ങിയതാണ്, ജസ്റ്റ് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് കുഴപ്പമില്ല, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അരിപ്പുട്ടിൻ്റെ അത്ര ടേസ്റ്റ് ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ലാണ്ട് നല്ല ടേസ്റ്റായിരുന്നു. ഇൻഷാ അല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നമ്മുടെ ചാനൽ ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ചെയ്യുക. ബൈ.